എല്ലാവർക്കും സ്വാഗതം. നോർത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ദാൽ മഖനിയും അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജീര റൈസിൻ്റെ റെസിപ്പിയും കൂടാണ്. ഇത് റെഡിയാക്കിയെടുക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ദാൽ മഖനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ദാൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇത് ഒരു 3-4 തവണയെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ ഈ ഒരു കളർ വരും. ഇത് സംഭവം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുദ്രയാട്ടോ. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക്, മീഡിയം സൈസിലുള്ള സവോള, ഒരു തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 2-3 വിസിൽ വന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതാ നമ്മുടെ ദാല് നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഒരു 4-5 വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ദാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചേറെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് അളവിലാട്ടോ വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ കറി ഒന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറുകി വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഉപ്പൊക്കെ നോക്കി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ ഇവിടെ നോർത്ത് സൈഡിലൊക്കെ തണുപ്പ് സമയത്താട്ടോ കൂടുതലായിട്ട് ദാല്, അതായത് പരിപ്പിൻ്റെ കറിയൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളും. ഇതിൽ വേണമെങ്കിൽ പാലക്കിൻ്റെ ഇലയൊന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് ഈ ഒരു ദാൽ മഖനിയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജീര റൈസിൻ്റെ കൂട്ടത്തിലാട്ടോ. പൂരിക്കും ബട്ടർ നാനിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് കഴിക്കാനായിട്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ മഖനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ജീര റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിനാട്ടോ ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല നെയ്യാണെങ്കിലും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി നല്ലൊരു മണമൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 പട്ട, ഒരു തക്കോലം, ഒരു ജാതിപത്രി, ഒരു ബേ ലീഫ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഒരുപാട് വേവില്ലാത്ത പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏതരിയാണ് ഇതിലേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു റൈസാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേവ് നമുക്കറിയാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ബസ്മതി റൈസ് എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് വേവ് കൂടുതൽ, കുറച്ച് വേവ് കുറവ്, അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ റൈസ് ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഒരുപാട് പശയുള്ള അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ വറ്റിച്ചെടുക്കണമെന്നില്ല. വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞ് എടുത്താലും മതി. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും, നമുക്ക് റൈസ് നന്നായിട്ട് കിട്ടത്തില്ല. റൈസ് ഇതുപോലെ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോവരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ രുചികരമായിട്ടുള്ള ജീര റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വിൻ്റർ സ്പെഷ്യലായിട്ടുള്ള ദാൽ മഖണിയും ജീര റൈസും റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെയാട്ടോ കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാർ കാണും, പിന്നെ ഒരു പപ്പടവും. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് നമുക്ക് ബട്ടർ നാൻ, തന്തൂരി, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം കഴിക്കാം. പക്ഷേ ജീര റൈസും ദാൽ മഖണിയും സൂപ്പർ കോമ്പിനേഷനാട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് രുചിയാട്ടോ ഇതിന്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.